പ്രിയമുള്ളവരെ, നാം എല്ലാം സ്വർഗം ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് തേടുകയും ചെയ്യുകയാണ്. എന്നാൽ ഒരു വിശ്വാസിക്ക് സ്വർഗം കിട്ടിയാൽ സ്വർഗത്തിനേക്കാൾ ഉത്തമമായ 4 കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ സൗഭാഗ്യമുള്ളവർക്കാണ് അത് കിട്ടാൻ പോകുന്നത്. ഒരാൾ നരകത്തിൽ പോയാലോ, നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ്. നരകത്തിൽ പോയാൽ നരകത്തിനേക്കാൾ അപകടകാരിയായ 4 കാര്യങ്ങളുണ്ട്. അതേതാണ് നമ്മൾ തിരിച്ചറിയണം. ഈ സ്വർഗം നമുക്ക് സ്വായത്തമാക്കാൻ സ്വർഗത്തിനേക്കാൾ ഉത്തമമായ 4 കാര്യം കിട്ടാനോ നരകത്തിനേക്കാൾ മോശമായ 4 കാര്യത്തിൽ നിന്ന് സലാമത്താകാനോ പ്രത്യേകം സുജൂദിൽ നമ്മളൊരു ദുആ വളരെ അനിവാര്യമാണ്. ആ ദുആ ഏതാണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക വിജയം, ആഫിയത്ത്, സലാമത്ത്, ബറക്കത്ത് എല്ലാം നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്ന അൻവാർ എഫ്എച്ചിൻ്റെ ഫാമിലി മുടങ്ങാതെ കേൾക്കുകയും അതിൽ സന്തോഷം പറയുക, കമൻറ്റിൽ സന്തോഷം പറയുക. ഒരു കമൻറ്റിൽ എഴുതാൻ അറിയുന്നവർ എഴുതാതെ പോകില്ല. കാരണം ഈ ക്ലാസ്സിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് അങ്ങനെയാണ്. അങ്ങനെയുള്ളവരുണ്ട്. എഴുതാൻ അറിയാത്ത വളരെ റയറായി കുറേ ഉപ്പമാരുണ്ട്. അവർക്ക് കൽബിൽ നിറച്ച് ദുആയാണ്. അങ്ങനെ ഒട്ടനവധി ആളുകൾ. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുവർക്ക് അള്ളാഹു ഖബർ പ്രത്യേകിച്ച് സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വലിയ താല്പര്യത്തിലും വലിയ കൊതിയിലും തേട്ടത്തിലുമായി കാത്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങൾക്കുള്ള സമ്മാനമാണ് സ്വർഗം. വഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മുത്തഖീങ്ങൾക്കുള്ള മാത്രമുള്ളതാണ് സ്വർഗം. ആ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുകയും തേടുകയും ചെയ്യുക. ഒരു വിശ്വാസിക്ക് സ്വർഗം ലഭിക്കുക വലിയൊരു കാര്യമാണ്, വലിയൊരു ഖൈറാണത്, അറിയാലോ. എന്നാൽ സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ ഖൈറായ 4 കാര്യം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗത്തിനേക്കാൾ ഖൈറായ 4 കാര്യം അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വർഗത്തിനേക്കാൾ ഖൈർ. അതോടൊപ്പം അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും കാവൽ ചോദിക്കുക. അള്ളാഹുവെ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ നൽകണം. എപ്പോഴും നമ്മൾ കാവൽ ചോദിക്കും. നരകാഗ്നിയെ തൊട്ട് നിങ്ങൾക്ക് കാവൽ നൽകണം. ഒക്കൈനാ അദാബന്നാർ എപ്പോഴും നമ്മൾ ദ്വാരക്കും. ഈ നരകം ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള 4 വിഷയങ്ങളുണ്ട്. നരകത്തിനേക്കാൾ പ്രശ്നം. അതേതാ 4 കാര്യം? നമുക്ക് നോക്കാം. അർബഅത്തുൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ ഉള്ള 4 കാര്യം. സ്വർഗത്തിൽ 4 കാര്യമുണ്ട്. സ്വർഗവുമായി റിലേറ്റഡ് ആണ്, ബന്ധപ്പെട്ടതാണ്. ആ 4 കാര്യം ഖൈറും മിനൽ ജന്ന, സ്വർഗത്തിനേക്കാൾ ഖൈറാണ്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്വർഗം കിട്ടുക, ജസ്റ്റ് ഒന്ന് സ്വർഗത്തിൽ കയറി പോയിട്ട് തിരിച്ചു പോരുക, അതിനേക്കാളൊക്കെ ഏറ്റവും ഖൈറ് സ്വർഗത്തിലുള്ള 4 കാര്യങ്ങളാണ്. എന്താ മൂല്യം, എന്താ കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് വൺ, അൽ ഖുലൂദ് ഫിൽ ജന്നത്തി ഖൈറും മിനൽ ജന്ന. സ്വർഗത്തിൽ ഒരാൾ ശാശ്വതമാകുക എന്ന് പറയുന്നത്, കുറേ നാൾ സ്വർഗത്തിലായി പിന്നെ സ്വർഗം നഷ്ടമായി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വർഗം കണ്ടു നമുക്ക് കിട്ടിയില്ല, നമുക്കത് ശാശ്വതമായിട്ട് അവിടെ പാർക്കാൻ പറ്റിയില്ല, അത് വലിയ നഷ്ടമാണല്ലോ. അപ്പോൾ സ്വർഗം ഒരാൾക്ക് ജസ്റ്റ് കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് സ്വർഗത്തിൽ ഖുലൂദ്, അവിടെ ശാശ്വതമായി എന്നെന്തും സ്വർഗാവകാശിയാവുക എന്ന് പറയുന്നത് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വഖിദ്മത്തുൽ മലായികത്തി ഫിൽ ജന്ന ഖൈറും മിനൽ ജന്ന. സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഖിദ്മത്ത്, നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, നമുക്ക് സേവനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ സ്വർഗത്തിലുണ്ടാകുക എന്ന് പറയുന്നത് അത് സ്വർഗം നമുക്ക് കിട്ടുന്നതിനേക്കാൾ മൂല്യമുള്ളൊരു സംഗതിയാണ് എന്ന് പറയുന്നത്. മൂന്നാമത്തതോ വജിവാറുൽ അംബിയാ ഫിൽ ജന്ന ഖൈറും മിനൽ ജന്ന. അംബിയാക്കളുടെ കൂടെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമ്മളാകുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ, അത് കേവലം സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഖൈറാ. ഉറപ്പാണല്ലോ. സ്വർഗം ചുമ്മാ കിട്ടുന്നതിനേക്കാൾ ഖൈറാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ തൊട്ട് ചേർന്ന് സ്വർഗത്തിൽ നിൽക്കുക എന്നുള്ളത്. അള്ളാഹു ആ മഹാഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സ് തുറന്ന് ആമീൻ പറയണം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു സൗഭാഗ്യം ഖൈറും മിനൽ ജന്ന, സ്വർഗം സാധാരണ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, വരിദല്ലാഹി തആല ഫിൽ ജന്നത്തി ഖൈറും മിനൽ ജന്ന. അല്ലാഹുവിൻ്റെ പൊരുത്തം എന്ന് പറയുന്നത് വരിദ്വാനും മിനല്ലാഹി അക്ബർ. സ്വർഗത്തിനേക്കാൾ മൂല്യമുള്ള ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, സ്വർഗത്തിനേക്കാൾ വിലയുള്ള, വിലമതിക്കാനാവാത്ത ഒന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ. അത് അള്ളാഹുവിൻ്റെ റിള ആണ്. റിദ്വാൻ, അള്ളാഹിൻ്റെ പൊരുത്തം, അള്ളാഹ്ക്ക് ഇഷ്ടാവുക എന്ന് പറയുന്നത് അതിന് ഏറ്റവും മൂല്യമാണ്. അത് സ്വർഗം കൊണ്ട് നിൽക്കില്ല. അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നിറഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് കേവലം സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്.
അതിനെ മറികടക്കും. ഇനി കേട്ടോളൂ, അർബഅത്തുൻ ഫിന്നാരി ശർറും മിനന്നാർ. നരകം കിട്ടുന്നതിനേക്കാൾ ശർറാണ്, അപകടമാണ് ഈ 4 കാര്യം. നരകം കിട്ടുന്നതിനേക്കാൾ പ്രശ്നമാണ്. ഏതാണ് നരകത്തിനേക്കാൾ പ്രശ്നമുള്ള 4 കാര്യം? കേട്ടോളൂ. ഒന്നാമത്തേത് അൽ ഖുലൂദു ഫിന്നാരി ശർറും മിനന്നാർ. നരകത്തിൽ ശാശ്വതമാകുക. കുറച്ചാൾ നരകത്തിൽ കിടന്നു, പാപങ്ങൾക്ക് പൊറുക്കപ്പെട്ട് സ്വർഗത്തിലേക്കാക്കി, അവിടുന്ന് ഒഴിവാക്കി. ഇതങ്ങനെയല്ല. നരകത്തിൽ ഒരാളായി പിന്നെ ശാശ്വതമായിട്ട് നരകത്തിലാവുക, അത് ജസ്റ്റ് നരകത്തിൽ പോയി പോരുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. അതിനേക്കാൾ വലുതാണ് അതിൻ്റെ പ്രയാസം. പിന്നെ രണ്ടാമത്തെ കാര്യം നരകത്തിൽ വെച്ച് മലക്കളുടെ ശാപവാക്ക്. നരകം നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഗൗരവമാണ് മലക്കുകളുടെ ശാപവാക്ക്, എതിരായിട്ടുള്ള പ്രാർത്ഥന, ലഅനത്ത്. അത് നരകം കിട്ടുന്നതിനേക്കാൾ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം കേട്ടോളൂ, ജിവാറു ശയാത്തീനി ഫിന്നാർ ശർറും മിനന്നാർ. നരകം കിട്ടുന്നതിനേക്കാൾ ഗൗരവമാണ്, മോശമാണ് ജിവാറു ശയാത്തീൻ. ശൈത്താന്മാരുടെ ഇബിലീസിൻ്റെ അടുത്തായി പോകുക എന്ന് പറയുന്നത് നരകത്തിൽ. നരകാവകാശിയാണല്ലോ ഇബിലീസ്, പിശാചുക്കളൊക്കെ. അവരുടെ അടുത്താകുക എന്ന് പറയുന്ന നരകം കിട്ടുന്നതിനേക്കാൾ ഭയങ്കര തലവേദനയാണ്, പ്രശ്നം കൂടുതലാണ്. അതാണ് മൂന്നാമത്തെ. നാലാമത്തെ കാര്യം വഗളബുല്ലാഹി തആല ഫിന്നാർ ശർറും മിനന്നാർ. അള്ളാഹുവിൻ്റെ ഖളബ്, ദേഷ്യം ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് നരകം കിട്ടുന്നതിനേക്കാൾ ശർറാണ്, അപകടകരമാണ്, പ്രശ്നമാണ്. അപ്പോൾ എന്താ പ്രിയപ്പെട്ടവരെ, സ്വർഗം നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറായ 4 കാര്യം പറഞ്ഞു. അള്ളാഹു ആ 4 കാര്യവും അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് നൽകട്ടെ. നരകം കിട്ടുന്നതിനേക്കാൾ ശർറായ അപകടകരമായ 4 കാര്യം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ആ 4 കാര്യത്തിൽ തൊട്ട് നമുക്ക് കാവൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. ഇതോടൊപ്പം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ചുരുങ്ങിയത് 3 വട്ടമെങ്കിലും നമ്മൾ ദ്വാരക്കണം. പ്രത്യേകിച്ച് അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ, അള്ളാഹുവിനെ ഏറ്റവും അടുത്ത് കാണുമ്പോൾ നമ്മൾ ദുആ ചെയ്യാൻ മറക്കരുത്. അതെവിടെയാ? സുജൂദിലാണ്. നിസ്കാരത്തിൻ്റെ സുജൂദിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. സുജൂദിലുള്ള തസ്ബീഹ് കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ മതി. 3 വട്ടം 300 വട്ടം ചൊല്ലാം, ഒരു കുഴപ്പമില്ല. ആ ദുആ ചെയ്ത് പതിവാക്കുന്ന ഒരാൾക്ക് സ്വർഗം നഷ്ടാവില്ല. അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ. നരകത്തിൽ നിന്ന് കാവൽ നൽകണം എന്നുള്ള നീ ദുആ ചെയ്യുന്ന ആൾക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകാൻ ഇജാബത്തിൻ്റെ നേരമല്ലേ. ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ റിദ്വാൻ നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما فيها وفي